ശ്രീമദ് ദക്ഷിണാമൂർത്തി നമ. ബഹുമാന്യരായ പ്രിയ സജ്ജനങ്ങൾക്ക് നമസ്കാരം. ശ്രീ മഹാദേവ ജ്യോതിഷ ഗവേഷണ കേന്ദ്രം പാരമ്പര്യമായി ചെയ്തു വരുന്ന ജ്യോതിഷ ഗുരുകുലത്തിൽ നിന്ന് ജ്യോതിഷ സംബന്ധമായ അനേകതരം സേവനങ്ങൾ, അതിലൊന്നാണ് ഗ്രഹപ്പകർച്ചാഫലം, ചാരഫലം എന്നത്. മറ്റനേകം വിഷയങ്ങൾ ജ്യോതിഷ സംബന്ധമായി സജ്ജനങ്ങൾക്ക് പ്രിയമായ അറിവുകൾ നൽകുന്നുണ്ട്. അതിൽ വളരെ വിശേഷമായി സജ്ജനങ്ങൾ ഏറ്റെടുത്തുന്നതാണ് ശനിയുടെ ഏഴരാണ്ട ശനി, കണ്ടകശനി തുടങ്ങിയിട്ടുള്ള കാലയളവിൽ ജനങ്ങൾക്ക് എങ്ങനെയാണ് അവയുടെ ഫലമെന്നും അതിനെ എപ്രകാരം അതിജീവിക്കണമെന്നതും അതിൽ എങ്ങനെയാണ് ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടതെന്നതും ജ്യോതിഷ ഗവേഷണ കേന്ദ്രം നൽകി വരുന്ന ഉപദേശങ്ങൾ ധാരാളം പേർക്ക് വളരെ പ്രിയമായിട്ട്, വളരെ നല്ല അനുഭവമുണ്ടായിട്ട്, നല്ല അഭിപ്രായങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒന്നാണ്. അനേകം ആളുകളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഈ വരുന്ന ശനിപ്പകർച്ച അത് 2025 മാർച്ച് 29 രാത്രി 10:39 ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്കുള്ള പകർച്ചയാണ്. ഈ പകർച്ച കൊണ്ട് മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക്, അശ്വതി മുതൽ രേവതി പര്യന്തമുള്ളതായ നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് ഗുണദോഷങ്ങളുടെ അവസ്ഥ എന്നത് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. പൊതുവേ ശനി മീനൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ അടിസ്ഥാന ഗ്രന്ഥമായ ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു, സ്വന്തപ്രത്യയിതോ നരേന്ദ്രഭവനേ സൽപുത്രജായാധനോ ജീവക്ഷേത്രഗതേ അർക്കജേ പുരബലഗ്രാമാഗ്രനേ ധാധവ. ശനി മീനൻ രാശിയിൽ നിൽക്കുമ്പോൾ ശോഭനമായ അന്ധഃകരണവും പര്യന്തമായ വിശാലമായ പ്രദേശമുള്ളവനായിരിക്കും, അഥവാ ശോഭനമായ അന്ത്യകാലത്തോടു കൂടിയവനായിരിക്കും. രാജഭവനങ്ങളിൽ ഏറ്റവും വിശ്വസ്തനായും രാജമന്ത്രിയായും നല്ല പുത്രന്മാരും ഭാര്യയും ധനവുമുള്ളവനായും പുരം, ഗ്രാമം, സൈന്യം ഇതുകളുടെ പ്രധാന നായകനായും ഭവിക്കും. എന്ന് പറഞ്ഞാൽ ശനി മീനൻ രാശിയിൽ ഒരു മോശം ഫലമല്ല നൽകുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. വളരെ നല്ല ഫലങ്ങളാണ് ശനിക്ക് മീനൻ രാശിയിൽ സമക്ഷേത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. കുംഭം, മീനം, മേടം എന്നീ രാശിക്കാർക്ക് ഏഴരാണ്ട ശനിയും, മീനം, മിഥുനം, കന്നി, ധനു എന്നീ രാശിക്കാർക്ക്, എന്നീ കൂറുകാർക്ക് കണ്ടകശനിക്കാലവും, ചിങ്ങൻ രാശിക്കാർക്ക് അഷ്ടമശനിക്കാലവുമാണ് ഇനിയുള്ള 2.5 വർഷക്കാലം എന്നത്. മറ്റു ഗ്രന്ഥങ്ങളിലെ വിശേഷമായ ചാരഫലത്തെ കൂടി നമുക്ക് നോക്കാം. ജന്മസ്തേര് വിജേ വിഷാനലഭയം ബന്ധോർവധപ്രോക്ഷണം പിത്രാദ്യൈ സ്വജനൈർധനശ്ചേ വിഗമോ ദൂരാടനം വാ ഭവേൽ. ശനി ചാരവശാൽ ജന്മക്കൂറിൽ നിന്നാൽ വിഷഭയം, അഗ്നിബാധ, ബന്ധുനാശം, ദൂരദേശഗമനം, സന്താനാദികൾക്ക് സ്വന്തം ജനങ്ങളുമായും വേർപെടുക, ധനനഷ്ടം, ദൂരദേശത്ത് സഞ്ചരിക്കുക എന്നിവയാണ് ഫലമാകുന്നതെന്ന് പ്രശ്നമാർഗം പറയുന്നു. തുടർന്ന് നോക്കാം. അർദ്ധസ്തേ അർത്ഥസുഖാംഗകാന്തി വിഗമ കാമസ്യ വാമന്ദത ഭ്രാതൃസ്തേ മഹിഷദ്യുപാധിക ധനാരോഗ്യാദ്യഭീഷ്ടാഗമ ബന്ധുസ്തേ കുടിലാത്മതാ ച വിരഹോ ഭാര്യാധനാദ്യൈർനിജൈ സർവൈസ്യാൽകലഹോ നിജാത്മജവിയോഗോ അർക്കാത്മജേ പുത്രകേ. ശനി ചാരവശാൽ 2-ൽ നിൽക്കുമ്പോൾ ധനം, സുഖം, ശരീരശോഭ എന്നിവയ്ക്ക് കുറവ്, മാനസിക അസ്വസ്ഥത ഉണ്ടാവുക. 3-ൽ നിൽക്കുമ്പോൾ പോത്ത്, ആന മുതലായവയിൽ നിന്ന് ധനസിദ്ധി, ആരോഗ്യം തുടങ്ങിയ അഭീഷ്ടസിദ്ധി ഇവയും ഫലവും. 4-ൽ നിന്നാൽ കൗടല്യമുള്ള മനസ്സ്, തൻ്റെ ഭാര്യയോടും ധനാദികളോടും വേർപാട്, എല്ലാവരോടും കലഹം എന്നിവയും ഫലമാകുന്നു. 5-ൽ ശനി നിന്നാൽ തൻ്റെ പുത്രന്മാരോടുള്ള വേർപാടാണ് ഫലം. രോഗാണാം ദ്വിഷതാം ജഹാനിരരിഗോ
വേശ്യാംഗനാസംഗമോ ദൂരദ്വാടന മസ്തകേ അഷ്ടമഗധേ ദൈന്യം വിയോഗസ്വകൈ വൈരം ബന്ധമാത്മധർമ്മവിഹതിർധർമ്മസ്ഥിതേ ഹൃദ്രുജ വിദ്യാകീർത്തിധനക്ഷയോ ദശമകേ കർമാപ്തിരഹ്യർക്കജേ. ശനി ചാരവശാൽ 6 നിൽക്കുമ്പോൾ രോഗികൾക്കും ശത്രുക്കൾക്കും നാശം സംഭവിക്കുന്നു. 7 നിൽക്കുമ്പോൾ ഭൃത്യസ്ത്രീകളുമായിട്ടുള്ള സഹവാസവും ദൂരദേശ സഞ്ചാരവും ഫലമാകും. 8 നിന്നാൽ ദീനസ്വഭാവവും സ്വന്തം ജനങ്ങളോടുള്ള വേർപാടും. 9 നിന്നാൽ ശത്രുതയും ബന്ധനപ്രാപ്തിയും സ്വന്തം ധർമ്മപ്രവർത്തികൾക്ക് വിഘ്നവും ഫലം. 10 നിന്നാൽ ഹൃദ്രോഗവും വിദ്യാകീർത്തി യശസ് ഇവയ്ക്ക് നാശവും കർമ്മഫലാനുഭവം കുറയുകയും ചെയ്യും. ലാഭസ്തേ അന്യവധൂ സമാഗമധനായാനപ്രതാപോദയ മധ്യേ ദുഃഖപരമ്പരാംബുനിമഹുസ്യാത്മജനം ഋഭഗേ ഏവം ഖേചരചാര ഏവ കുരുതേ നൃണാം ശുഭം ചാശുഭം പൂജാദൈർമുദിതകരോതി ശുഭമേവാനിഷ്ടകോ അപ്പിഗ്രഹ. ശനി ചാരവശാൽ 11 നിൽക്കുമ്പോൾ അന്യസ്ത്രീകളുമായിട്ട് സംഭോഗവും ധനലാഭവും പ്രതാപപുഷ്ടിയും ഫലം. 12 നിന്നാൽ ശനി നിൽക്കുമ്പോൾ ദുഃഖപരമ്പരയുടെ ഒരു ആവിർഭാവമാണ്. ഒരു ദുഃഖമാകുന്ന ജലത്തിൽപ്പെട്ട് മുങ്ങിത്താഴുന്ന പോലെ തോന്നുക, അതാണ് ഫലം പറയുക. ഇപ്രകാരം ഗ്രഹങ്ങളുടെ ചാരഗതി തന്നെ മനുഷ്യർക്ക് ശുഭവും അശുഭവുമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നു. അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹം പോലും പൂജ മുതലായതുകൊണ്ട് സന്തുഷ്ടനായി ശുഭഫലത്തെ നൽകും എന്ന് അവസാന വരി സൂചിപ്പിക്കുന്നു. ഇപ്രകാരം ശനിയുടെ രാശി ഫലങ്ങൾ പ്രശ്നമാർഗത്തിനെ അടിസ്ഥാനമാക്കി. തുടർന്ന് വിശദമായിട്ട് ഓരോ രാശിക്കാരുടെയും ഫലം തുടർന്ന് നമുക്ക് ചർച്ച ചെയ്യാം. നമസ്തേ.